ഹായ് ഞങ്ങൾ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ബംഗാളിൽ നിന്ന് വണ്ടി തറക്കലേക്ക് കണ്ട പണിക്ക് പോണത്. അപ്പോൾ ഒരു പുതിയ പണിയാണ്. അപ്പോൾ ആ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വണ്ടി തറക്കലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ളത്. അപ്പോൾ ഷമ്മുകാരൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇപ്പോൾ ടൈം എന്തായി നോക്കുക. നമ്മളെ പണിക്ക് പോകുന്ന ടൈമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. 10:42 ആയിക്കണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുന്ന ടൈമാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇനി കയറുന്ന ടൈം നോക്കണ്ട, അത് എപ്പോഴാണ് പണി കഴിയുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് എനിക്ക് കയറുള്ളൂ. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഞാൻ വടമുക്കിൽ നിന്ന് വെള്ളഞ്ചിറ വഴിയാണ് പോണത് കേട്ടോ. പനമ്പാട്ടിക്കാണ് കയറുക. വെള്ളഞ്ചിറ വഴി പോകുമ്പോൾ പനമ്പാട്ടിക്കാണ് കയറുക. ഇവിടെ ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കണ്. അത് കാണിച്ചു തരാം. ഇവിടെ കൊയ്ത്ത് മെഷീനൊക്കെ കാണാണ്ട്. ഈ സൈഡ് കണ്ട കൊയ്ത്ത് കഴിഞ്ഞാണ്ട. ഇവിടെ ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കണ കേട്ടോ. ആ തലൊക്കെ കൊയ്യാണ്ട് അതാ കൊയ്ത്ത് മെഷീൻ കൊയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ പനമ്പാട് സ്കൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. പനമ്പാട് സെൻട്രലിലേക്ക് എത്തി. ഇത് സ്കൂളാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കാണുന്ന സ്കൂളാണ്. പനമ്പാട് സെൻട്രലിലേക്ക് എത്തി. ഇനി അടുത്ത ആവണ്ടിത്തറയാണ്. അപ്പോൾ നമ്മളിത് ആവണ്ടിത്തറ എത്താനായിട്ടാ. അപ്പോൾ ആ ബോർഡൊക്കെ കാണുന്നത് ഇത് പണ്ടത്തെ കൃഷിഭവനൊക്കെ ഉണ്ടായിരുന്ന സൈഡാണ്. ആ സൈഡിൻ്റെ അരുവിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ആ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് പോകാനിട്ടാ. ഇവിടെ തന്നെ കെട്ടി നമ്മൾ അവരെ വീട്ടിലേക്കാണ് പോയോണ്ടിരിക്കണത്. അപ്പോൾ അവിടേക്ക് പോണ വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്താണ്. എനിക്ക് കുറേ മുന്നേ വന്നല്ലോ കേട്ടോ. ഈ ചെറിയ ഗ്യാപ്പാണ് തോന്നുന്നുണ്ട് അവരെ വീട്ടിലേക്ക് പോണത്. നോക്കട്ടെ, വീടാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട്. ഏതാണെന്ന് അറിയില്ല. ഏതാ വീടെന്ന് അറിയാതെ കണ്ടിട്ട് ഇങ്ങനെ തെന്നിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ച് ശമ്പുവേട്ടൻ്റെ അവിടെ തെങ്ങേറ്റം തുടങ്ങിയിട്ട് നമ്മള് അടുത്ത തേങ്ങ വരുന്നുണ്ടല്ലേ? മൂന്നാമത്തെ പോലെ ഇട്ടുകൊണ്ടിരിക്കണേ. കണ്ടോളി മക്കളെ, കണ്ടോളി. അത് പടം സംഭവം എടുത്തോ. അതാ മൂന്നാമത് അമ്മട്ട് പറയാം. ആരാണ് മകനാണിത്. ഇളനീരാണിത്. ഞാൻ രണ്ടാളും കൂടി ചുടിച്ചോളി മക്കളെ. കായ എന്തെങ്കിലും പിടയ്ക്കണ തൊട്ട് വന്നിരിക്കുകയാണ്. 500. അപ്പോൾ അവിടെ തിരക്ക് വന്നിട്ട് കുഴപ്പമില്ല. ഇത് ചെറുതായിട്ടുണ്ട്. ഇത് നമ്മളെ ബഷീർഖാൻ്റെ വീടല്ലേ? അവിടെ തിരക്കെ. ഇനി നമ്മളെ ശമ്പുവേട്ടൻ്റെ വീട് ഇപ്പോൾ തെങ്ങേറിയ കാണണ്ടേ? കുറേ ആൾക്കാർ ചോദിക്കാണ്ട്. ശമ്പുവേട്ടൻ്റെ അവിടെ 3 തെങ്ങ്, ഇവിടെ 5 തെങ്ങ്, 5, 3, 8 തെങ്ങായിട്ടാ. ഇതാണ് ശമ്പുവേട്ടൻ്റെ വീട്. ഇനി ശമ്പുവേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ വീട്ടിൽ 2 തെങ്ങ് കയറി. ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെയാണ് ശമ്പുവേട്ടൻ്റെ അവിടേക്ക് പോകാൻ വൈറ്റാ. കുഞ്ഞിപ്പടിന് 2 തെങ്ങ് കയറിയേ. എവിടെ എത്തില്ല ചെലേ. ഇതാണ് 2 തെങ്ങ് കയറിയത്. അപ്പോൾ പോണ് കണ്ണന പോണ്. നമ്മൾ ബഷീർഖാൻ്റെ അവിടെ ലാസ്റ്റ് ഇട്ടാ. അവിടെ തിരക്കെന്ന് വന്ന വഴി നമ്മളെ വല്യമ്മയുടെ വീട് കേട്ടോ. വല്യമ്മയുടെ വീടല്ല, വല്യമ്മയുടെ മോളെ കൊടുന്ന വീട്. കോട്ടെ കണ്ണേട്ടനും ഞാനും കൂടിയിട്ടാ. കണ്ണൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ തെങ്ങേറ്റുണ്ടായിരുന്നത്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ബഷീർഖാൻ്റെ വീട്ടിലും. അപ്പോൾ ഇവിടുന്ന് യാത്ര പോവാണ്. അപ്പോൾ ഞാൻ അടുത്ത എന്താ പരിപാടി എന്ന് ബംഗാളി പറയും. അപ്പോൾ വണ്ടിത്തിറക്കിന്ന് വരുന്ന വഴി വടമുക്കിലെത്തിയിട്ടാ. നമ്മളെ പരിചയമുള്ള ബഷീർഖാൻ്റെ പേടിയാണ്. ഇതാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ
അപ്പോൾ ഔട്ടിത്തറയ്ക്ക് തെങ്ങേറിയ ബഷീർ ഖാൻ്റെ തറവാട് വീടൊന്ന് കാണിച്ചു തരട്ടെ ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് വടമുക്ക്. ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ചെങ്ങ കാണാട്ട ബഷീർ ഖാൻ്റെ തറവാട് വീട്. ഈ സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുന്നാട്ടെ ഞാൻ. ഇതാണ് വടമുക്കിലെ വീട്, വേറെ തറവാട് വീടായിരുന്നു. അങ്ങനെ കണ്ണൻകുട്ടീനെ ടാങ്കിനെ അവിടെ ഇറക്കിയിട്ട് ഞാൻ അതാ വീട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടാ. വീട്ടിലെത്തി, നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ചങ്കള വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ചെങ്ക ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബംഗാളി ഇതാ വീട്ടിലെത്തിയിരിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതുവരെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ഡോക്ടറെ അടുത്തേക്കും പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ കാണാം ബാക്കി വിശേഷവുമായി. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ഇവിടെ വന്നേക്ക് രമ്യനെ കാണാനും ചേട്ടാ. രമ്യ ഇവിടെ വാതിൽ പൂട്ടിയിട്ട് അങ്ങോട്ട് ഞങ്ങളുടെ മാർജലേക്ക് പോയിക്കാന്നാ പറഞ്ഞത്, വിളിച്ചേക്ക്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കണം. ആകെ വേർത്തേക്കണ്. ഇന്നത്തെ പണി ഭയങ്കര ചൂടായിരുന്നിട്ടന്ന്. ആകെ 10 തെങ്ങ കയറിയിട്ടുള്ളൂ വെച്ചെങ്കിലും ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പം മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.